ഹലോ ഗൈസ്, റീൽ ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള അതിന്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്നാണ് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. ഫേസ്ബുക്കിന്റെ ഒരു ആർക്കിടെക്ചർ, അതിന്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മതി, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് അത് ഡിസ്ക്രൈബ് ചെയ്ത് പോവാം. മെറ്റാ ബിസിനസ് മാനേജർ, ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിന്റെ മൊത്തത്തിൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക തല, ഒരു തന്ത എന്നൊക്കെ പറയുക, ഒരു തല. ഓക്കെ, ഇവിടെ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബിസിനസ് മാനേജറിന്റെ അണ്ടറിലാണ് എന്തുള്ളത്, നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് നമ്മൾ ഓരോരുത്തരുടെയും പ്രൊഫൈൽസ് ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഇപ്പൊ മുജീബ് എന്നുള്ള ഒരു പ്രൊഫൈൽ, അതെന്റെ എന്താണ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഫൈലാണ്. അത് കിടക്കുന്നത് എവിടെയാണ്? ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിന്റെ അണ്ടറിലാണ്. ജസ്റ്റ് സ്ട്രക്ചറാണ് ഇത്. പഠിച്ചതിന് കൊണ്ട് നിങ്ങൾക്കൊന്നും കാര്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രൊഫൈലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ പോകുന്നു, ലോഗിൻ ചെയ്യുന്നു, നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകുന്നു, റീല് കാണുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ സാധാരണ വീഡിയോസ് കാണുന്നു, പോസ്റ്റ് ഇടുന്നു, പോസ്റ്റ് ആദ്യം ഇട്ട പോസ്റ്റേഴ്സ് കാണുന്നു, അത് ലൈക്ക് അടിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെവിടെ നിന്നാണ്? അത് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഇതാണ് നമ്മളൊരു ആഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ നെക്സ്റ്റ് പിന്നെ പോസിബിലിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്ന ആളുകൾ ഫസ്റ്റ് കാണുന്ന സാധനം എന്ന് പറയുന്നത് മെറ്റാ ബിസിനസ് സ്യൂട്ട്. ആസ് എ യൂസർ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ഓൺലി ദിസ് FB പ്രൊഫൈൽ അഥവാ ഫേസ്ബുക്ക് പ്രൊഫൈൽ അഥവാ മുജീബ് എന്നുള്ള എൻ്റെ ഒരു പ്രൊഫൈൽ, അത് മാത്രം മതി, വേറെ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കാരണം ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ അത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് അത് ത്രൂ ആഡ് ചെയ്യണം, അത് ത്രൂ ഏൺ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്താണ് മെറ്റാ ബിസിനസ് സ്യൂട്ടിലേക്ക് പോകുന്നത്. അത് മെറ്റാ ബിസിനസ് സ്യൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തൊക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇത് സ്ട്രക്ചർ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ഒരു ഹെഡ് എന്നല്ല, ഇവിടെ നിന്നാണ് ആ ഒരു സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത്? നമ്മുടെ പിന്നെ ആഡ് അക്കൗണ്ട് അഥവാ അതേപോലെ ഫേസ്ബുക്ക് പേജ്, അതേപോലെ നമ്മുടെ ഫേസ്ബുക്കിലേക്കുള്ള കാറ്റലോഗ്, ഇ കൊമേഴ്സ് ഒക്കെ ചെയ്യുന്നവരുടെ കാറ്റലോഗ്, പിന്നെ അതേപോലെ ഡാറ്റാ സോഴ്സസ് ലൈക്ക് പിക്സൽസ് ഒക്കെ ഉണ്ട്, നമുക്ക് വെബ്സൈറ്റിൽ ട്രാക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പിക്സൽ. ഇതൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിസിനസ് സ്യൂട്ടിന്റെ അണ്ടറിലാണ് ഇതൊക്കെ കിടക്കുന്നത്. എന്തൊക്കെയാ? മെറ്റാ പിക്സൽ എന്ന് വെച്ചാൽ ട്രാക്കിങ്ങിന്റെ സോഴ്സസ്, ഡാറ്റാ സോഴ്സസ്, അതേപോലെ വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മാനേജർ, ഓട്ടോമാറ്റിക് നമുക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സോഴ്സ് അവിടെയുണ്ട്. അതിന്റെ താഴെയുള്ളതാണ് ആഡ് അക്കൗണ്ട്. താഴെയല്ല, ഐ മീൻ മെറ്റാ ബിസിനസ് സ്യൂട്ടിന്റെ താഴെയുള്ളതാണ് ആഡ് അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജ്, കാറ്റലോഗ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫേസ്ബുക്ക് പേജും ആഡ് അക്കൗണ്ടും എവിടെ എടുക്കുന്നത്? ബിസിനസ് സ്യൂട്ടിന്റെ അണ്ടറിലാണ്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നാളെ, ഇതൊന്നും വേണ്ട, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് ആഡ് അക്കൗണ്ട് തൊട്ട്. നമ്മൾ ഒരു ആഡ് ചെയ്യുന്ന അല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ആഡ് അക്കൗണ്ട്. ആഡ് അക്കൗണ്ട് തൊട്ട് താഴോട്ടേക്കില്ല നമുക്ക് നോക്കാം. ആഡ് അക്കൗണ്ട് കഴിഞ്ഞാൽ നമുക്കുള്ളത് ക്യാമ്പയിൻസ് ആണ്. പിന്നെ ആഡ് അക്കൗണ്ടിന്റെ താഴെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആഡ്സിന്റെ സെക്ഷൻ, ആഡ്സിന്റെ സ്ട്രക്ചർ അടുത്ത വീഡിയോയിൽ പഠിക്കാം. കാരണം ഈ വീഡിയോ ലെങ്ത് കൂടി പോയോണ്ടാണ്. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.